Watch India's largest kids library only on Jio Hotstar. Download the app now. മോട്ടു പത്ലു, നിങ്ങൾ എല്ലാ കാലത്തും ഈ നഗരത്തിന്റെ രക്ഷകരായിരുന്നല്ലോ. അത് നമുക്ക് മറക്കാൻ പറ്റില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ഉത്തരവാദിത്വം കൂടി തരാൻ പോവുകയാണ്. ഫുർഫുറി നഗരത്തിലെ ഈ പൂന്തോട്ടത്തിന്റെ കൂടി മേൽനോട്ടം. ഇന്നു മുതൽ നിങ്ങൾ രണ്ടുപേരുമാണ് ഈ പൂന്തോട്ടത്തിന്റെ കാവൽക്കാർ. ഇതിന്റെ സെക്യൂരിറ്റിയും മേൽനോട്ടവും ഒക്കെ നിങ്ങളിലാണ് നിക്ഷിപ്തം. എനിക്ക് നല്ല ഉറപ്പുണ്ട് നിങ്ങൾ ഈ ജോലി വളരെ കൃത്യമായി ചെയ്യുമെന്ന്. മേയർ സാറേ, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ടത്. ഞങ്ങൾ രണ്ടുപേരും ഈ ഗാർഡൻ വളരെ നന്നായിട്ട് നോക്കിക്കോളാം. ഞങ്ങളുടെ സ്വന്തം ഗാർഡനെ പോലെ നോക്കിക്കോളാം. ഓൾ ദി ബെസ്റ്റ് മോട്ടു പത്ലു. താങ്ക് യു സാർ. സോറി മോനെ, ഞങ്ങൾക്ക് ഒരുപാട് ജോലിയുണ്ടെന്നേ. നിന്റെ അമ്മ എവിടെയാ? അമ്മയോട് പറയൂ. എന്താടോ, കുട്ടികൾക്ക് ഊഞ്ഞാലാട്ടി കൊടുത്തൂടെ തനിക്ക്? നിങ്ങൾ രണ്ടുപേരും ഗാർഡന്റെ കെയർടേക്കേഴ്സ് ആണ്. അപ്പോൾ ഇതും നിങ്ങളുടെ തന്നെ ജോലിയാണ്. കുട്ടികൾക്ക് ഒരു പ്രശ്നവും വരാൻ പാടില്ല, മനസ്സിലായോ? ഓക്കെ മാം, ഓക്കെ മാം, ഞാൻ ഊഞ്ഞാലാട്ടിക്കോളാം. നിങ്ങൾ അവിടെ ഇരുന്ന് മാഗസിൻ വായിച്ചോളൂ, ഞാൻ ഊഞ്ഞാലാട്ടിക്കോളാം. അങ്കിൾ, ഇനിയും വേഗത്തിൽ ഓടിക്ക്. ഇനിയും വേഗത്തിൽ. വേഗം വേഗം. പത്ലു, കൊച്ചിനിങ്ങനെ ഊഞ്ഞാലാട്ടുമ്പോ നല്ല രസമുണ്ടല്ലേ? എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നു പത്ലു. അത് ശരിയാണ് മോട്ടു, നമുക്കെപ്പോഴും കുട്ടികളായിരുന്നാ മതിയായിരുന്നു. അമ്മേ. അല്ല പത്ലു, നീ അപ്പോഴത്തേക്ക് എവിടേക്കാ പോയതാ? താങ്ക് യു അങ്കിൾ, നിങ്ങൾ വളരെ നല്ലവരാ. താങ്ക് യു. ഒരുപക്ഷെ ഈ ബോട്ട് രൂപത്തിൽ ഈ ഗാർഡൻ എങ്ങനെ സംരക്ഷിക്കുകയാണെങ്കിൽ ഞാൻ ഇത്രയും വർഷം മോഷ്ടിച്ച് കഷ്ടപ്പെട്ട സമ്പാദ്യങ്ങൾ എല്ലാം തന്നെ ഈ ഗാർഡനിലാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. ഇവരിത് തോണ്ടി തോണ്ടി എടുക്കുമെന്നാ തോന്നുന്നത്. ഇന്ന് രാത്രി എങ്ങനെയെങ്കിലും വന്ന് അത് മൊത്തം അടിച്ചു മാറ്റണം. ബോസ്, നമ്മൾ കുഴിക്കാൻ നേരം ആ മോട്ടുമ്പത്തിലും വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അവര് വിചാരിക്കും നമ്മള് കട്ട സാധനം തപ്പുവാണെന്ന്. എന്റെ പൈശാചിക ബുദ്ധിയിൽ ഒരു അടിപൊളി ഐഡിയ തോന്നുന്നുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ പ്ലാനില് മോട്ടുപ്പത്തിൽ ഒരുപക്ഷെ നമ്മളെ കണ്ടാ പോലും അവന്മാര് പേടിച്ചോടും. രാത്രി മാത്രമല്ല, പകല് പോലും അവന്മാര് ഈ ഗാർഡന്റെ 7 അയലോക്കത്ത് പോലും വരത്തില്ല. ഇവിടെയല്ലോ, ഞാൻ എവിടെയാ വെച്ചത് എനിക്ക് പോലും ഓർമ്മയില്ല. അന്വേഷിച്ചാലും കിട്ടുന്ന ലക്ഷണമൊന്നും ഇല്ലല്ലോ. വെറുതെ കുറെ കുഴി കുഴിച്ചു. നമ്പർ 1, മോഷ്ടിച്ച സാധനങ്ങൾ ഒളിപ്പിച്ചു വെക്കുമ്പോ എന്തെങ്കിലും അടയാളം വെക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. ആരാ? പത്ലു, ആരോ ഉണ്ട്. എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. വാ പോയി നോക്കാം. ബോസ് ബോസ്, മോട്ടു പത്ലു ഇങ്ങോട്ട് തന്നെയാ വരുന്നത്. വേഗം നമുക്ക് ആ കൊടുങ്കാറ്റ് ഐഡിയ പുറത്തേക്ക് എടുക്കാം. അല്ല, ഈ കുഴി എവിടുന്നാ വന്നത്? ഈ രാത്രിയിൽ ആരാ ഇവിടെ വന്ന് ഇത്രയും കുഴി കുഴിച്ചത്? ഇത് കുഴിയല്ല, ഇത് ഞങ്ങളുടെ വീടാണ്. ഇപ്പോഴാ കുറച്ച് കഷ്ടപ്പെട്ടൊന്ന് പുറത്തേക്ക് വന്നത്. എന്താന്ന് വെച്ചാൽ ഇന്ന് എന്റെ ബർത്ത്ഡേ പാർട്ടിയാണ്. Come on, let's start. അതെ പത്ലു, ഇതുകൊണ്ടായിരിക്കും ഈ ഗാർഡനിൽ ആരും തന്നെ കാവൽ നിൽക്കാത്തത്. വേഗം വാ.
എന്തൊക്കെയുണ്ട്? ദിവസവും രാത്രി ഞങ്ങൾ ഇവിടെയാണ് ഡാൻസ് കളിക്കുന്നത്. മോട്ടു എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഭൂതം. അതെ, ഞാനെന്ത് ചെയ്യാനോ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? പത്തിലും ഇത് ഭൂതമല്ലേ, മനുഷ്യനല്ലല്ലോ. ഞാൻ മനുഷ്യന്റെ കൂടെ യുദ്ധം ചെയ്യൂ. രണ്ടുപേരും ഉടനെ തീരുമാനിച്ചോളൂ. ഡാൻസ് കളിക്കാൻ പോകുന്നു അതോ പാർട്ടിക്ക് പോകുന്നു? പാർട്ടി എവിടെ വെച്ചാ? ഭൂമിയില്. വേണ്ട വേണ്ട, ഞാൻ ഡാൻസ് തന്നെ ചെയ്തോളാം. എനിക്ക് ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഐ, 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 ഐ. പോയി മോട്ടു പത്ലു, എന്റെ ചക്കുകളെ ഇതാ, ആദ്യം നിങ്ങൾ ഈ വെള്ളം കുടിക്കുക. അതിനീ ഭൂതം പറഞ്ഞൊന്നുമില്ല. എല്ലാം മനുഷ്യന്മാരുടെ ഓരോ ഭ്രമമാണ്. പക്ഷെ ഈ ഗാർഡനിൽ ഭൂതം എങ്ങനെയാ വന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എവിടുന്ന് വരാനാ? ഭൂമിക്ക് അടിയിന്നാണ് വന്നിരിക്കുന്നത് പത്ലു. നമ്മളിപ്പോ ലൈവ് ടെലികാസ്റ്റ് കണ്ടിട്ട് വന്നല്ലേ ഉള്ളൂ. ഡാൻസിങ് ഗോസ്റ്റ്. അതേ വലിയേട്ടാ, നിങ്ങൾ ഇതുവരെ ഡാൻസിങ് ഗോസ്റ്റിനെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടതാണ്. ഇല്ലെങ്കിൽ ആ ഭൂതങ്ങൾ ഞങ്ങളെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചേനെ. സത്യമാണ് വലിയേട്ടാ. പൊളിച്ചെടുത്തല്ലോ. ഭൂതത്തിന്റെ കൂടെ ഡാൻസ് കളിക്കണമെന്നോ? വെറുതെ ഞങ്ങളെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പെടുത്തരുത്. എനിക്ക് തോന്നുന്നത് ഗാർഡനിൽ എന്തോ ഉണ്ടെന്ന. കാരണം എല്ലാ സ്ഥലത്തും കുഴികൾ കുഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ ആ ജോൺ ദ ഡോണിന്റെ കൈകളാണെന്ന് ഉറപ്പാണ്. ഡോക്ടർ ജഡ്ക, ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ഓയ് ചങ്കേ ബ്രോ, എന്ത് സഹായമാ വേണ്ടതെന്നൊന്ന് പറയേ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് സഹായം ചെയ്യാനും തയ്യാറാ. എന്താ വേണ്ടതെന്ന് പറയേ. പൊളിച്ചെടുത്തല്ലോ ഡോക്ടർ ജഡ്ക. ഒരുപക്ഷെ ഭൂതം ശരിക്കും വന്നു കഴിഞ്ഞാ നമ്മുടെ കാര്യം പോക്ക് തന്നെയാ. ഭൂതം വന്നാൽ നിങ്ങളെ കോടിപ്പോവും. റിസ്ക് എടുക്കുന്നത് ഞാനും മോട്ടു ആയിരിക്കും. കാണാൻ നമുക്ക് ഭൂതങ്ങളുടെ ഡാൻസ് കോമ്പറ്റീഷൻ. ഐ, ഐ, ഐ. ബോസ് ബോസ്, ഒന്ന് വേഗാവട്ടെ. മോട്ടു പത്ലും വരും. നേരം വെളുക്കാനായില്ലേ? എന്താ ഇവിടെ ബോസ് ഞാനാണോ അതോ നീയാണോ? നീ എന്നോട് ഓർഡർ ചെയ്തു പോയി. ഇതെല്ലാം നിന്റെ ഒക്കെ ഓർമ്മ പിശക് കൊണ്ട് മാത്രം സംഭവിച്ചതാ. കാശ് എവിടെയാ ഒളിപ്പിച്ച് വെച്ചത് പോലും അറിയില്ല. അടയാളം വലത് വെക്കുകയായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു. ബോസ്, അതിന് എഴുത്തും വായനയൊന്നും അറിയില്ലല്ലോ. അമ്മ എപ്പോഴും പറയുമായിരുന്നു നിനക്ക് പഠിച്ചുകൂടെടാ എന്ന്. ഒന്ന് പോടാ. ഇതിനൊക്കെ പഠിപ്പിന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഞാൻ ചോദിച്ച ചോദ്യത്തിനും നീ പറഞ്ഞ ഉത്തരത്തിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞാനിനി എവിടെയാ പോയി അന്വേഷിക്കുന്നത്? ബോസ്, എനിക്ക് ഓർമ്മ വന്നു. ദേ ആ ഭാഗത്ത് നോ എൻട്രി ബോർഡ് ഉണ്ടായിരുന്നു. എന്നിട്ടും നമ്മൾ അവിടെ പ്രവേശിച്ചില്ലേ? ഓർമ്മയില്ലേ? നമ്മൾ അവിടെയല്ലേ നിധി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ചെല്ല, ഇനി സമയം കളയണ്ട. ചെന്ന് അന്വേഷിക്കാൻ. നോ എൻട്രി ബോർഡ് എവിടെയാ ഉള്ളതെന്ന്. ബോസ് ബോസ്, ദേ കിട്ടിപ്പോയി. ദേ കിട്ടിപ്പോയി. ഓഹോ, നോ എൻട്രി. കിട്ടിപ്പോയി. ഇനി ഈ ബോർഡ് ജീവിതകാലം മുഴുവനും എന്നോടൊപ്പം ഉണ്ടാകും. ബോസ് ബോസ്, നമ്മൾ ബോർഡാണോ തെരഞ്ഞുകൊണ്ടിരുന്നത് അതോ നിധിയോ? ഹലോ എവരിബഡി, ലെറ്റ്സ് ദ പാർട്ടി ബിഗിൻ. ഇവന്മാരൊക്കെ എവിടുന്ന് വരുന്നുവോ? നമ്പർ 1 നീ ആ സ്കെലറ്റൻസ് ഒക്കെ കൊണ്ടുപോയി കളഞ്ഞായിരുന്നു. ഇല്ല ബോസ്, നമ്മുടേത് ഇതല്ലേ. ദേ. ഇനി അഥവാ ഇവര് ശരിയായ ഭൂതങ്ങളാണെങ്കിലോ? Come on everyone, come on. ഞങ്ങൾ കേട്ടു ഞങ്ങളുടെ കൂടെ മരിച്ചവർക്കൊക്കെ ഇവിടെ പാർട്ടി കൊടുക്കുന്നുണ്ടെന്ന്. എത്ര കാലം എന്ന് വെച്ചാ ഒറ്റയ്ക്ക് ഇരിക്കുക. അതുകൊണ്ടാണ് കൂട്ടുകാരോടൊപ്പം പാർട്ടി ആഘോഷിക്കാലോ. ലെറ്റ്സ് പാർട്ടി വിത്ത് ഡാൻസ്. ഓ, നമ്മളൊന്ന് വിചാരിച്ചാൽ ഇവിടെ വേറൊന്നാണല്ലോ സംഭവിക്കുന്നത്. ഇവര് ശരിക്കുമുള്ള പ്രേതങ്ങളാ. പക്ഷെ ഇതൊക്കെ എവിടുന്ന് വരുന്നുവോ ആവോ? ഹലോ എവരിവൺ, എല്ലാവരും ഒന്ന് പുറത്തേക്ക് വരൂ. അവന്മാരാ ചെടിയുടെ പുറകിലുണ്ട്. വാ, നമുക്ക് അങ്ങോട്ട് പോകാം. എന്തൊരവസ്ഥയാ ഇത്. നമുക്ക് വേഗം ഇവിടുന്ന് സ്ഥലം വിടാം. നമ്മൾ ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന കാര്യം അവന്മാര് മനസ്സിലാക്കിയിരിക്കുകയാണ്. വാ, വേഗം ഇവിടുന്ന് രക്ഷപ്പെടാം.
ഇങ്ങനെയൊന്നും ശരിയാവില്ല. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഡാൻസ് കളിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ അകത്ത് വന്ന് പാർട്ടി നടത്തും. ഓഹോയ് വേണ്ട വേണ്ട, എനിക്ക് ഡാൻസ് ചെയ്യുന്ന ഓപ്ഷനാ കൂടുതൽ ഇഷ്ടം. ഇതാ എത്തി. ഇതില് കൂടുതൽ ഡാൻസ് കളിക്കാൻ എനിക്ക് പറ്റത്തില്ല. നിങ്ങൾ എന്നെ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോയിക്കോ. The name is Chingam. Inspector Chingam. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. അറിയാമല്ലോ, impossible. ചിങ്കം സാറേ, നിങ്ങളോ? യെസ്, ഞാൻ തന്നെയാണ്. പിന്നെ ഇവിറ്റങ്ങള് ഭൂതങ്ങളൊന്നും അല്ല, നമ്മുടെ മോട്ടു പത്ലു തന്നെയാണ്. ഇവനെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചോ, എന്നിട്ട് നിങ്ങളെ വിട്ടോ. ജോൺ ജോൺ ജോൺ, കള്ളൻ ജോൺ. ഇതെല്ലാം ചീറ്റിംഗ് ആണ്. നിങ്ങൾ ഈ ചെയ്തതാവൂ എന്റെ അമ്മോ. ഇപ്പൊ കണ്ടില്ലേ ജോണേ, നീ മറ്റുള്ളവരെ പെടാൻ വേണ്ടി കുഴി കുഴിക്കുന്നില്ലേ? ഒരു ദിവസം കുഴി കുഴിച്ചവൻ തന്നെ അതിൽ പെട്ടു, കണ്ടില്ലേ? Watch India's largest kids library only on Geo Hotstar. Download the app now.